അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. നാളിതുവരെയായി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കൊണ്ട് വിഷമിച്ച് കഴിഞ്ഞിരുന്ന അനേകായിരം ആളുകളുണ്ടല്ലോ അല്ലേ? അതിൽ ചില ആളുകൾ ചിന്തിക്കുമായിരിക്കും, എനിക്കിനി ഒരു നല്ല ജീവിതം ഉണ്ടാകുകയില്ല എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെ നല്ലൊരു സമയമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാനൊക്കെ ഇല്ലല്ലോ. എന്നാൽ ആ അവസ്ഥയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. അവർക്ക് സൗഭാഗ്യയോഗമാണ് വരാൻ പോകുന്നത്. ഈ യോഗം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അത്രയ്ക്ക് ഭാഗ്യമാണ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ട് വലിയൊരു ഉയർച്ച തന്നെ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളെ ഒന്ന് കാണാൻ കാത്തിരിക്കും മണിക്കൂറുകൾ വരെ. കാരണം നിങ്ങളുടെ മാറ്റം അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളയും. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ സൗഭാഗ്യയോഗം ലഭിക്കുന്നവരുടെ ജീവിതത്തിൽ മനസ്സമാധാനവും ഐശ്വര്യവും സന്തോഷവും ലഭിച്ചിരിക്കും. 100% ഉറപ്പ്. 10 രൂപയ്ക്ക് പോലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് ലക്ഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇത് വെറും വാക്കല്ല, നിങ്ങളുടെ ഭാഗ്യം അടുത്തെത്തി കഴിഞ്ഞു എന്ന് വെച്ച് നാളെയോ മറ്റന്നാളോ അങ്ങ് ലക്ഷപ്രഭു ആകത്തില്ല കേട്ടോ. ഈ മാസം പകുതി, അതായത് ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ തൊട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങും. അടുത്ത മാസം ആദ്യമൊക്കെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ കഴിയും. ഇത് കാണുന്ന ചിലർക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ല. പക്ഷേ മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ താനെ വിശ്വസിച്ചോളും. ഈ സൗഭാഗ്യയോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ളത് തനിക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ യോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ വന്നു ചേരും. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും എങ്കിൽ അവർക്ക് യോഗം കിട്ടിയാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ കൈപ്പറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല ഉയർച്ചയുണ്ടാകും ഇക്കാലത്ത്. വർഷങ്ങളായി സ്വദേശത്തേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്തിട്ടും നടക്കാതിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അവരാഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ മാറ്റം ലഭിക്കുന്നതായിരിക്കും. പുതിയ ഗ്രഹം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ട് തടസ്സങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇനി ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറി പുതിയ ഗ്രഹത്തിൻ്റെ പണി തുടങ്ങാനും ഈ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ളവർ ദൂരെയുള്ള 2 സ്ഥലത്താണെങ്കിൽ അവർക്ക് ജോലിയെങ്കിൽ അവർക്ക് ഒരിടത്തേക്ക്, അതായത് ഒന്നുകിൽ ഭർത്താവിൻ്റെയോ അടുത്തേക്ക് ഭാര്യയ്ക്ക് ട്രാൻസ്ഫറോ, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവിൻ്റെ ട്രാൻസ്ഫറോ കിട്ടും. ഇനി മുതൽ അവർക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. ഈ യോഗം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ലൊരു ജീവിത രീതിയിലേക്കായിരിക്കും നിങ്ങൾക്കുള്ള മാറ്റം ഉണ്ടാവുക. കുടുംബവുമൊത്ത് ഒത്തിരി യാത്രകൾ ചെയ്യാൻ സാധിക്കും. അത് ഉല്ലാസയാത്രയാവാം, തീർത്ഥയാത്രയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബപരമായ ചടങ്ങുകളിൽ സംബന്ധിക്കാനുള്ള യാത്രയാവാം. എങ്ങനെയായാലും വലിയ വലിയ ദൂരയാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അടുത്തത് കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യയോഗം വരാൻ പോകുന്നത്.
ഈ നക്ഷത്രക്കാർക്കും സൗഭാഗ്യയോഗം വളരെയേറെ സാമ്പത്തിക ഉയർച്ചയും ഭാഗ്യവുമാണ് നേടിക്കൊടുക്കുന്നത്. ഇവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക വരവ് വന്നു ചേരും. സ്ഥിരമായി ജോലിയില്ലായിരുന്നവർക്ക് ഈ സമയത്ത് പുതിയ ജോലികൾ കിട്ടും. ജോലിയിൽ നിന്ന് സസ്പെൻഷനിലായി മാറി നിൽക്കുന്നവരാണെങ്കിൽ അവർ തിരികെ ജോലിക്ക് പ്രവേശിക്കാനുള്ള സമയമാണിത്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ എന്ത് തൊഴിൽ ചെയ്താലും അതൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാത്തിലും ഒരു തടസ്സവും മന്ദതയുമൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ. പക്ഷേ ഈ സൗഭാഗ്യയോഗം വന്നു കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ നല്ല ഉയർച്ചയും സ്ഥിരതയും ഉണ്ടായി നല്ലൊരു സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതാണ്. വർഷങ്ങളായി ശത്രുതയായി മിണ്ടാതിരുന്ന ബന്ധുമിത്രാദികളെ പലരും ഈ സമയത്ത് ആ ശത്രുതയൊക്കെ വെടിഞ്ഞ് ദേഷ്യം വെടിഞ്ഞ് നിങ്ങളുടെ കൂടെ പഴയതുപോലെ ആ നല്ല സുഹൃബന്ധത്തിലും അല്ലെങ്കിൽ പഴയതുപോലെ സ്നേഹത്തിലും വന്നു ചേരും. മാനസികമായി സന്തോഷവും സ്വസ്ഥതയും ഉള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് ഈ സൗഭാഗ്യയോഗം കൊണ്ടു കൊടുക്കുന്നത്. വർഷങ്ങളായി കേസുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നവർക്ക് ഈ കാലയളവിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയിൽ വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക് വീട് മാറി താമസിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതായത് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതോ ആയ വീട്ടിലോട്ട് മാറി താമസിക്കാനായിട്ടുള്ള ഒരാഗ്രഹം അത് ഈ സമയത്ത് നടന്നിരിക്കും. എഴുതിത്തള്ളി ഇരുന്ന കിട്ടാക്കടങ്ങളുണ്ടല്ലോ, അത് തിരികെ ലഭിക്കും. നമ്മൾ കൊടുത്തിട്ട് ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയ കുറച്ച് കടം കൊടുത്ത പൈസ നമുക്ക് ഈ സമയത്ത് തിരിച്ചു കിട്ടും. എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഈ യോഗം കൊണ്ട് തരുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല അർപ്പിക്കുക, അവൽ നിവേദനം കൊടുക്കുക. ഇനി എന്തെങ്കിലും തരത്തിൽ വല്ല ദോഷഫലങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറിത്തരുന്നതായിരിക്കും. ഞാനെപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ ഒരു കൂറുകാരുടെ മൊത്തം ഫലമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യരെ നിങ്ങൾ ജാതകം കാണിക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ ജാതകം നോക്കി എന്തെങ്കിലും ചെറിയ ദോഷങ്ങളോ പരിഹാരമോ ചെയ്യാനുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയുന്ന പോലെ അടുത്തുള്ള ക്ഷേത്രത്തിലെ വഴിപാടി നടത്തിയാൽ മാറുന്നതായിരിക്കും. അടുത്തതായി മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വന്നു ചേരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ ജീവിതത്തിൽ ഇതുവരെ ഒരു സ്വസ്ഥതയും മനസമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ മകയിരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അസുഖം അവരുടെ ജീവിതത്തിൽ നിന്നും ഇതുവരെ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഹോസ്പിറ്റലും വീടും ഹോസ്പിറ്റലും, ഇതാണ് അവരുടെ ജീവിതം. മകയിരം നക്ഷത്രക്കാർക്ക് അതിനുള്ള മാറ്റം വരാൻ പോവുകയാണ്. അവർക്ക് അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. വളരെ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും അവർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഒരു തരത്തിലും രക്ഷപ്പെടാതെ കിടക്കുന്ന നക്ഷത്രക്കാരാണ് മിഥുനക്കൂറിലെ പുണർദം നക്ഷത്രക്കാർ. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജോലിയിൽ ഇവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അത് അവരുടെ മാത്രം കുഴപ്പമല്ല, അവരുടെ സമയത്തിൻ്റെ കൂടെ കുഴപ്പമാണ്. ഒരു മാസത്തിൽ തന്നെ 2-3 ജോലികളിൽ മാറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. പണം നിലനിൽക്കത്തില്ല. 1000 കിട്ടിയാൽ 5000 ആയിരിക്കും ചിലവ്. ഇനിയൊക്കെ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ് ഇവർക്ക്. ഇനി ഒരു സ്ഥിരമായ ജോലി ഇവർക്ക് ലഭിക്കും. സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ചിലവിന് ഇപ്പോഴും ഇത് വന്നാലും ശരി ഈ സമയത്തും ചിലവ് നടക്കും. പക്ഷേ അതിനുള്ള പണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിരിക്കും, അതുറപ്പ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോട് കൂടി പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ വർഷങ്ങളായി നാട്ടിൽ വരാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്തവർക്ക് ഈ സമയങ്ങളിൽ നാട്ടിൽ വരാൻ സാധിക്കും. കലാകാരന്മാർക്ക് വളരെയേറെ നല്ല സമയമാണിത്. വർഷങ്ങളായി നടക്കാതിരുന്ന പല പ്രൊജക്റ്റുകളും ഈ സമയത്ത് വീണ്ടും തുടങ്ങാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് അതിപ്രശസ്തി ലഭിക്കും. ഇവരുടെ സുഹൃത്ബന്ധം വലുതാകും. വർഷങ്ങളായിട്ട് നിങ്ങൾ നേരിൽ കണ്ടാൽ മിണ്ടാത്തവർ പോലും
പുതിയ ചങ്ങാത്തത്തിന് നിങ്ങളുടെ കൂടെ കൂടുന്നതായിരിക്കും. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്തിയിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ സ്വഭാവ പ്രകടനമാണിത്. എന്തുകൊണ്ടും വളരെ മനസ്സിന് സന്തോഷവും സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. അടുത്തത് ഇടവക്കൂറുകാർക്കാണ് ഈ സൗഭാഗ്യയോഗം വരാൻ പോകുന്നത്. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുന്നത്. ഈ നക്ഷത്രക്കാരെ പറ്റി പറഞ്ഞാൽ ഒട്ടും ഭാഗ്യമില്ലാത്ത നക്ഷത്രക്കാരാണിവർ. എന്ത് സംഭവമായാലും തുടങ്ങി വെച്ച് അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഇവർക്ക് കൈവിട്ടു പോകും. ചെയ്യുന്ന ജോലിയുടെ കട്ടപ്പാടിൻ്റെ ഒന്നും അനുഭവം ഇവർക്ക് പലപ്പോഴും ലഭിക്കാറില്ല. ഈ സൗഭാഗ്യയോഗം ഇവർക്ക് വന്നു ചേരുമ്പോൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ 100 ഇരട്ടി ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. കൃഷി മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സൗഭാഗ്യയോഗം വന്നതിന് ശേഷം വളരെയേറെ ഉയർച്ച ഉണ്ടാകും. ഭാഗ്യം വളരെയേറെ തുണയ്ക്കുന്ന സമയമാണ് ഇവർക്കിനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നറുക്കെടുപ്പ് മത്സരങ്ങൾ ഇവർ ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യും. അതായത് ലോട്ടറി ഭാഗ്യം പോലെ. ഞാൻ നറുക്കെടുപ്പ് മത്സരങ്ങൾ ഉദ്ദേശിച്ചത് ലക്ഷങ്ങൾ കൊണ്ടുള്ള ചൂതാട്ടക്കളിയോ ചീട്ടുകളിയോ അതുപോലുള്ള മത്സരങ്ങളൊന്നും അല്ല കേട്ടോ. ചെറിയ പൈസ കൊടുത്തിട്ടുള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ, ചിട്ടി അതുപോലുള്ള സംഭവം. ദൈവാനുഗ്രഹം വളരെയേറെ ലഭിക്കുന്ന സമയമാണ് ഇവർക്ക് ഈ യോഗം വന്നു കഴിഞ്ഞാൽ. എന്ന് വെച്ച് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുകയോ പ്രാർത്ഥനകൾ നടത്താതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഗണപതി ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം നടത്തുക. ഒരു നാളികേരമെങ്കിലും ഉടയ്ക്കണം. ഗണപതി ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾ വളരെ ഉന്നതിയിലെത്തിച്ചിരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വാഹനം ശ്രദ്ധയോടെ ഓടിക്കാൻ ശ്രമിക്കണം. മാക്സിമം അന്യരുടെ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സൗഭാഗ്യയോഗം നിങ്ങൾ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കും, ഉറപ്പ്. അടുത്തത് മേടക്കൂറുകാർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വന്നു ചേരുന്നത്. ഇവർക്കും വളരെയേറെ സാമ്പത്തികം വന്നു ചേരും. അതേപോലെ തന്നെ വളരെയേറെ ഭാഗ്യവും നിങ്ങളെ പിന്തുണയ്ക്കും. ദരിദ്രനെ പോലെ ജീവിച്ചിരുന്ന ഇവർക്കിനി രാജാവിനെ പോലെ ജീവിക്കാനുള്ള യോഗമാണ് വരുന്നത്. വളരെയേറെ കടബാധ്യതകളിൽ പെട്ടിരിക്കുന്ന നക്ഷത്രക്കാരാണിവർ. ഇവർക്കിനി ഉയർച്ചയുടെ കാലമാണ്. നിലവിലുള്ള ഇവരുടെ കടങ്ങൾ മുഴുവനും ഈ സമയത്ത് കൊടുത്തു തീർക്കാനും സാമ്പത്തികം നമുക്ക് സേവ് ചെയ്യാനും ഈ കാലയളവിൽ സാധിക്കും. കോൺട്രാക്റ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. ഇവർക്ക് വലിയ വലിയ പ്രൊജക്റ്റുകൾ വന്നു ചേരും. ഇനി പഴയവ ചെയ്തതിൻ്റെ പണം കിട്ടാതിരിക്കുന്നവർക്ക് ഈ സമയത്ത് അത് തിരികെ ലഭിക്കുന്നതായിരിക്കും. വാഹന വായ്പ പെൻഡിങ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് ഈ സമയത്ത് ഫുൾ പണവും കൊടുത്ത് വാഹനം സ്വന്തം പേരിലാക്കുവാൻ സാധിക്കും. രാത്രികാല സഞ്ചാരങ്ങൾ മാക്സിമം ഈ നാളുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അത്യാവശ്യം യാത്രകൾക്ക് പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യാതിരിക്കാൻ നോക്കുക. വിദേശത്തുള്ളവരുമായി പണമിടപാടുകൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും കൂട്ടുകൂടി സ്ഥലം വാങ്ങിക്കുകയോ ഒറ്റയ്ക്ക് എടുക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ഈ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരു വെറ്റിലയും ഒരു നാരങ്ങയും ഒരു നാണയവും കൂടെ അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ പലതും ഈ സൗഭാഗ്യയോഗം വന്നു കഴിയുമ്പോൾ നടന്നിരിക്കും. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.